2016 CPIM സ്ഥാനാർത്ഥികളായി വിജയിച്ചവരിൽ പലരും 2021 മത്സരിക്കാൻ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചില്ല. അതിൽ പ്രമുഖരായ പലരെയും തഴഞ്ഞു. ജി സുധാകരനെ പോലുള്ളവരെ കൃത്യമായി തഴയുന്നതിന് അജണ്ടയുണ്ടായിരുന്നു പിണറായി വിജയന്. എന്നാൽ ഇപ്പോൾ വീണ്ടും പിണറായി വിജയന്റെ സംഘം പറയുന്നത് തുടർച്ചയായി 2 ടേം ജയിച്ചവർ വീണ്ടും മത്സരിക്കാം. അതിന് കാരണം CPIMന് അറിയാം, ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന സമയമാണ്. പലർക്കും ടേം കണ്ടീഷൻ ബാധകമായാൽ പുതിയ സ്ഥാനാർത്ഥികളെ CPIM ടിക്കറ്റിൽ നിർത്തി വിജയിപ്പിക്കുക വളരെ ബുദ്ധിമുട്ടേറിയ കാഴ്ചയാണ്. പ്രത്യേകിച്ചും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIMന്റെ 40 MLA-മാരെയെങ്കിലും ജയിപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്ന് ആശങ്കയുണ്ട്. നിലവിൽ 63 MLA-മാരാണ് CPIMന് ഉള്ളത്. മറ്റ് MLA-മാർ CPIM സ്വതന്ത്രരാണ്. അതിൽ PV അൻവർ രാജിവെച്ചതിന് ശേഷമാണ് നമുക്കറിയാം അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നതും നിലമ്പൂരിൽ 12,000-ഓളം വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്തിന്റെ മിന്നുന്ന വിജയം ഉണ്ടായതും. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് CPIMന്റെ പല സിറ്റിംഗ് സീറ്റുകൾ, പ്രത്യേകിച്ചും അവരുടെ പാർട്ടി ഗ്രാമങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉറച്ച കോട്ടകളല്ലാത്ത ആടി നിൽക്കുന്ന പല മണ്ഡലങ്ങളും UDFിലേക്ക് വളരെ വ്യക്തമായ മെജോറിറ്റിയിലേക്ക് പോകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. വളരെ നിശബ്ദമായുള്ള ശക്തമായ വാശിയേറിയ പ്രചരണവും പോരാട്ടവും UDF നേതാക്കൾ നടത്താൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെ ആയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് UDF നേതാക്കളുടെ മിന്നുന്ന വിജയമെന്ന്. ഒരുപക്ഷെ അതിൻ്റെ ഒരു മേന്മ, ആ ഒരു പവർ കാത്തു സൂക്ഷിക്കാൻ UDF നേതാക്കൾക്ക് കഴിഞ്ഞാൽ, അതിൻ്റെ പകുതി ശക്തിയെങ്കിലും എടുത്താൽ UDFന് 80-ൽ കൂടുതൽ സീറ്റുകൾ സുഗമമായി ജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. നമുക്കറിയാം 2011 UDFന് വിജയമുണ്ടായിട്ടും കോൺഗ്രസിന് CPIMന്റെ അത്ര സീറ്റുകൾ ഇല്ലായിരുന്നു. കോൺഗ്രസിന് 38 സീറ്റും CPIMന് 44 MLA-മാരും ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദനായിരുന്നു 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണ കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം CPIMനെ കൊണ്ടെത്തിക്കുന്നത് ഒരു വലിയ പടുകുഴിയിലേക്ക് തന്നെയാണ്. CPIMന് നമുക്കറിയാം ഇന്ത്യ രാജ്യത്തെ ഏക അധികാരമുള്ള സംസ്ഥാനം കേരളം മാത്രമാണെങ്കിൽ അടുത്ത കുറി അതും നഷ്ടപ്പെടുമ്പോൾ എത്രയെങ്കിലും ദശാബ്ദങ്ങൾക്ക് ശേഷം, അതായത് 4 ദശാബ്ദങ്ങൾക്ക് ശേഷം CPIMന് ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് പോലും അധികാരമില്ലാത്ത ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് തരം താഴാൻ പോകുന്നു. ബംഗാളിലും ത്രിപുരയിലും ഒന്നും ഇനി യാതൊരു വിധത്തിലുള്ള ഒരു തിരിച്ചുവരവിൻ്റെ സൂചന പോലുമില്ല. ത്രിപുരയിൽ മൊത്തത്തിൽ കുത്തലിച്ചു. ബംഗാളിൽ CPIMന് ഒരു ഗ്രാമപഞ്ചായത്തിൽ പോലും ജയിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് തരം താഴ്ന്നിരിക്കുന്നു. അപ്പോഴാണ് കേരളത്തിൽ അഹങ്കാരം കാണിച്ച് പാർട്ടി സമ്മേളനങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള വിഭാഗീയത കനക്കുന്നത്.